അടുത്തത് ജാവ സെർവ്ലെറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സെർവ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സാണ് അല്ലേ? അതിൻ്റെ കപ്പാബിലിറ്റീസ്, അതായത് നമ്മുടെ സെർവറിൻ്റെ കപ്പാസിറ്റിയെ കൂട്ടാൻ വേണ്ടിയിട്ട്, കപ്പാബിലിറ്റികളെ എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ടാണ് സെർവ്ലെറ്റിനെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് HTTP പ്രോട്ടോക്കോളൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് സെർവ്ലെറ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ സെർവ്ലെറ്റ് ലോഡ് ചെയ്യുന്നു, അതിനകത്ത് ഇൻസ്റ്റൻസ്, സെർവ്ലെറ്റ് ക്ലാസ്സിനൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെന്തായിരുന്നു പറഞ്ഞത്? സെർവ്ലെറ്റിൻ്റെ ഇനിറ്റ് മെത്തേഡ് കോൾ ചെയ്തുകൊണ്ട് അതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് സെർവ്ലെറ്റിൻ്റെ. സെർവ്ലെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രോഗ്രാംസ് ആണ്. അവ റൺ ചെയ്യുന്നത് എന്തിനാണ്? സെർവേഴ്സിലാണ് റൺ ചെയ്യുന്നത്. അത് വെബ് സെർവറുകളാണ് അത് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഗെറ്റും പോസ്റ്റും. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഇനി ഞാൻ സെർവ്ലെറ്റ് അല്ലാതെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുണ്ട് java.io.star, java.x.servlet, അങ്ങനെ കുറേ സെർവ്ലെറ്റിൻ്റെ എക്സ്റ്റെൻസ് ചെയ്തതിന് ശേഷം പബ്ലിക് ഡു ഗെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗെറ്റ് ചെയ്യാനായിട്ടുള്ള സെർവറിൻ്റെ റിക്വസ്റ്റ് കൊടുത്തു. ഇനി അതുപോലെ തന്നെ എന്താണ് പ്രിൻറ്റ് റൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെസ്പോൺസ് ഡോട്ട് ഗെറ്റ് റൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് റൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. കണ്ടോ? അത്രയേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആകെ അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം വെച്ചോളൂ. ഇനി സിമ്പിൾ ഒരു സെർവ്ലെറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ സിമ്പിൾ സെർവ്ലെറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകളെല്ലാം ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഹലോ വേൾഡ് എക്സ്റ്റെൻസ് HTTP സെർവർ എന്ന് പറഞ്ഞു കൊടുത്ത് പബ്ലിക് വോയിഡ് ഡു ഗെറ്റ് ചെയ്യാനുള്ളത് പറഞ്ഞു കൊടുത്ത് പ്രിൻ്റ് ഔട്ട് സേ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം റെസ്പോൺസ് ഡോട്ട് റൈറ്ററിനകത്ത്. ഇനി ഇതെങ്ങനെ സെർവ്ലെറ്റിൽ കമ്പൈൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. സെറ്റ് ക്ലാസ് പാത്ത് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് പാത്ത് സെറ്റ് ചെയ്തു. എന്നിട്ട് എവിടെയാണോ സി ഡി ചേഞ്ച് ഡയറക്ടറി കൊടുത്തു. ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യുക. ക്ലാസ് പാത്ത് സെറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് ജാവാസി ഹലോ വേൾഡ് ഡോട്ട് ജാവ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. കണ്ടോ? ഇനി റണ്ണിങ് ദ സെർവ്ലെറ്റ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? അതായത് നമ്മുടെ അതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് അതിലേക്ക് വ്യൂ ചെയ്ത് കാണാൻ പറ്റും അല്ലേ? ഈ സെർവ്ലെറ്റ് ജനറേറ്റ് HTML വെച്ചുകൊണ്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ? സാധാരണ നമ്മൾ ആ കോഡ് അവിടെ എഴുതി കൊടുത്തതിന് ശേഷം HTML കോഡ് താഴോട്ട് എഴുതി ബോഡിയിൽ ഹലോ എന്നുള്ളത് കൊടുത്തു. കണ്ടോ? HTML ടാഗ് കൊടുത്തു. എന്നിട്ട് ഔട്ട്പുട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. കണ്ടോ? ഈ സെക്ഷൻ എന്താണ്? സെക്ഷൻ HTTP എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ പലതരത്തിലുള്ള റിക്വസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം പെർഫോം ചെയ്യാനായിട്ട് ജാവ സെർവ്ലെറ്റ് രണ്ട് വഴികളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് പോസിബിൾ ടു സേവ് ഇൻഫർമേഷൻ എബൌട്ട് ക്ലയൻറ്റ് സ്റ്റേറ്റ് ഓൺ സെർവർ യൂസിങ് സെഷൻ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ സെർവ്ലെറ്റ് യൂസ് ചെയ്യുന്നത് കുക്കീസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പം സെക്ഷൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് HTTP റിക്വസ്റ്റ് ആണ് ഫ്രം ദ സെയിം ക്ലയൻറ്റ്. അതായത് ഒരേ ക്ലയൻറ്റിൽ നിന്നുള്ള HTTP റിക്വസ്റ്റിൻ്റെ സീക്വൻസിനെയാണ് സെഷൻ എന്ന് പറയുന്നത്. ഒരു കുറച്ച് നേരത്തേക്കുള്ള അതിനാണ് സെഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്ന് സെഷൻ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുക്കീസ് ഉപയോഗിച്ചുകൊണ്ട്. HTTP എന്ന് പറയുന്നത് സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് തന്നെ ഒരു സീരീസ് ഓഫ് റിക്വസ്റ്റ് സെർവറിൽ കൊടുത്തു കഴിഞ്ഞാൽ HTTP അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ അതേപോലെ ക്ലയൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എത്തിച്ചു തരികയും ചെയ്യും. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഹിഡൻ ഫോം ഫീൽഡ്, അതായത് പലതരത്തിലുള്ള സ്റ്റേറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുവഴി ഹിഡൻ ഫോം ഫീൽഡുകളുണ്ട്, URL റീറൈറ്റിംഗ് ഉണ്ട്, സെഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്, കുക്കീസ് ഉണ്ട്. അപ്പോൾ ഹിഡൻ ഫോം ഫീൽഡ് എന്ന് പറയുന്നത് HTTP ടാഗുകൾ അവ യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻവിസിബിൾ ടു ദ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് ഇതുണ്ട്. ഇതിപ്പോൾ ഫോം മെത്തേഡ് പോസ്റ്റ്. അപ്പോൾ നമുക്ക് പോസ്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ഷൻ കണ്ടോ? പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനകത്താണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. URL റീറൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? HTTP ഉപയോഗിച്ചുകൊണ്ട് URL റീറൈറ്റ് ചെയ്യുക. സെഷൻ ഡീറ്റെയിൽസ് റീറൈറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പാർട്ടായിട്ട് URL ഇറ്റ്സെൽഫ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് സെഷൻ ഒബ്ജക്റ്റ്. എന്താ സെഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? HTTP സെഷൻ ഒബ്ജക്റ്റ് ഡിറൈവ് ഫ്രം സെഷൻ ഒബ്ജക്റ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഗെറ്റ് സെഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് മെത്തേഡുകൾ ഇവിടെ പറയുന്നുണ്ട്. പുട്ട് വാല്യൂ, ഗെറ്റ് വാല്യൂ, റിമൂവ് വാല്യൂ, ഇൻവാലിഡേറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി കുക്കീസ് എന്താണ്? JSDK, അതായത് ജാവ സെർവ്ലെറ്റ് ഡെവലപ്മെൻറ്റ് കിറ്റിനകത്ത് ഇത് പോസിബിൾ ടു സേവ് ക്ലയൻറ്റ് സ്റ്റേറ്റ് സെൻഡിങ് കുക്കീസ്, അതായത് ക്ലയൻറ്റ് സ്റ്റേറ്റ് സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും. നമ്മളിപ്പോൾ ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ വന്ന് കിടക്കും അല്ലേ? കുക്കീസ് ആർ സെൻഡ് ഫ്രം
സെർവ് ആൻഡ് സേവ്ഡ് ഓൺ ക്ലയൻറ്റ് സിസ്റ്റം. ക്ലയൻറ്റ് സിസ്റ്റത്തിൽ അതെന്തായി സേവ് ചെയ്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്താണ് ഒരു ടൈപ്പ് ചെയ്തു ഫ്ലവേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു, എഫ് അടിക്കുമ്പോഴേ നമ്മൾ ഫ്ലവേഴ്സ് എന്നുള്ളത് സെർച്ച് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഫ്ലവേഴ്സ് വന്ന് കിടക്കും. അപ്പം കുക്കി ക്ലാസ് ഓഫ് ജാവ ഈസ് ഡിറൈവ്സ് ഡയറക്ട്ലി ഫ്രം ദ ഒബ്ജക്റ്റ് ക്ലാസ്. ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നിന്നാണ് കുക്കി ക്ലാസ് ഡയറക്ട്ലി ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കിക്കോണം എന്തൊക്കെയാണ് കുക്കിയുടെ മെത്തേഡ്സുകൾ. കണ്ടോ, ഇതൊക്കെ കുക്കീസിൽ യൂസ് ചെയ്യുമ്പോഴുള്ള മെത്തേഡ്സുകളും കാര്യങ്ങളും. പിന്നെ ഉള്ളത് നമുക്ക് ജാവ ബീനെ പറ്റി പഠിക്കാനായിട്ടാണ്. ജാവ ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് ആണ്. അതെന്താണ്, അതിന് ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഗ്രാഫിക്കൽ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ഡിസൈൻ എൻവയോൺമെൻറ്റും ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് നമ്മൾ ജാവ ബീൻസിനകത്താണ് എന്ത് ചെയ്യുന്നത്, പ്രോജക്റ്റൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ജാവ ബീൻ ഈസ് റീയൂസബിൾ സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ് ദാറ്റ് ക്യാൻ ബി വിഷ്വലി മാനിപ്പുലേറ്റഡ് ഇൻ ബിൽഡർ ടൂൾസ്. അല്ലെ, ബിൽഡർ ടൂൾസ് വെച്ചാണ് ബിൽറ്റ് ഇൻ ടൂൾസ് വെച്ചാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ടേംസുകളാണ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്, ബിൽഡർ ടൂൾസ്, വിഷ്വൽ മാനിപ്പുലേഷൻസ്, ഇതൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ജാവയുടെ കുറേ ഫീച്ചേഴ്സ്, ജാവ ബീൻസിനുള്ള കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജാവ ബീൻസിനകത്തുള്ളൊരു കാര്യമാണ് ബീൻ ബോക്സ് എന്ന് പറയുന്നത്. ബീൻ ബോക്സ് ഇസ് എ യൂട്ടിലിറ്റി ഫ്രം ജാവ ബീൻസ് ഡെവലപ്മെൻറ്റ്. ഇതിനകത്ത് ഒരു ജാവ ബീൻസ് ഡെവലപ്മെൻറ്റിൽ ടൂൾ കിറ്റിനകത്ത് ഒരു യൂട്ടിലിറ്റിയാണ് ജാവ ബീൻ എന്ന് പറയുന്നത്. ഇത് ബീൻ ബോക്സ് എന്ന് പറയുന്നത്. ബീൻ ബോക്സ് ഈസ് എ ടെസ്റ്റ് കണ്ടെയ്നർ ഫോർ യുവർ ജാവ ബീൻസ്. ജാവ ബീൻസിന് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് കണ്ടെയ്നറാണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു അലൗ പ്രോഗ്രാമേഴ്സ് ടു പ്രിവ്യൂ ഹൗ ബീൻ ക്രിയേറ്റഡ് ബൈ യൂസേഴ്സ് will be displayed and manipulated in builder tool. ബിൽഡർ ടൂളിൽ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പാക്കേജ് കോം .been.ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. been.ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ടെസ്റ്റ് വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ റൺ ചെയ്തിരിക്കുന്നതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കമ്പൈൽ ചെയ്യാനായിട്ട് സാധാരണ നമ്മുടെ മറ്റേത് കമ്പൈൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് കമ്പൈൽ നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് അതിനകത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ഇനി കുറച്ച് ഞാൻ നോട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് സ്പീഡിൽ വിട്ടത് കേട്ടോ. ഇനി സെർവ്ലെറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സെർവ്ലെറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് റോബസ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്കെയിലബിളും ആണ് ജാവ ലാംഗ്വേജ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ സെർവ്ലെറ്റ് CGI എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം സെർവ്ലെറ്റ് API എന്ന് പറയുന്നത് സെർവ്ലെറ്റ് ജനറിക് സെർവ്ലെറ്റ്, HTTP സെർവ്ലെറ്റ്, അങ്ങനെ സെർവ്ലെറ്റ് റിക്വസ്റ്റ്, സെർവ്ലെറ്റ് റെസ്പോൺസ്, ഇതൊക്കെയാണ്. എന്താ സെർവ്ലെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർവ്ലെറ്റ് ക്യാൻ ഡിസ്ക്രൈബ്ഡ് ഇൻ മെനി വേസ്. പല രീതിയിൽ നമുക്ക് പറയാം കണ്ടക്സ്റ്റിനനുസരിച്ച്. സെർവ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെബ് ആപ്ലിക്കേഷൻ. വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെർവ്ലെറ്റ് ഈസ് ആൻ API ദാറ്റ് പ്രൊവൈഡ് മെനി ഇൻ്റർഫേസ് ആൻഡ് ക്ലാസസ് ഇൻക്ലൂഡിംഗ് ഡോക്യുമെൻറ്റേഷൻ. സെർവ്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെർവ്ലെറ്റ് എന്ന് പറയുന്ന ഒരു API ആണ് ദാറ്റ് പ്രൊവൈഡ് മെനി ഇൻ്റർഫേസ്, ഒരുപാട് ഇൻ്റർഫേസുകൾ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ക്ലാസ്സുകളും ഇൻക്ലൂഡിംഗ് ഡോക്യുമെൻറ്റേഷൻ ഉൾപ്പെടെ. സെർവ്ലെറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ദാറ്റ് മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് ഫോർ ക്രിയേറ്റിംഗ് എനി സെർവ്ലെറ്റ്. സെർവ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിയേറ്റിംഗ് എനി സെർവ്ലെറ്റ്, ഏത് സെർവ്ലെറ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെർവ്ലെറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ കപ്പാബിലിറ്റി അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് പൗസ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോണം ഇത് കേട്ടോ. ഇനി HTTP എന്താണ്? HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോട്ടോക്കോൾ ആണ്. അതുപോലെ തന്നെ അത് ഹൈപ്പർ മീഡിയ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യും. ഇറ്റ് ഈസ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ്. കണക്ഷനും ക്ലയൻറ്റിനും സെർവറിനും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആണ്. അതുപോലെ തന്നെ HTTP TCP ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണിത്. ഡേറ്റ, അതായത് ഇമേജ്, ക്വയറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കും അല്ലേ. HTTP റിക്വസ്റ്റുകളാണ് പിന്നെ പറയുന്നത്. HTTP റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും? റിക്വസ്റ്റ് ലൈന്, IP അഡ്രസ്സ്, പ്രോക്സി, പോർട്ട്, അങ്ങനെ ഇതിന് വേണ്ട കാര്യങ്ങൾ, കണക്ഷൻ കൺട്രോൾ, ക്യാഷ് കൺട്രോൾ ഹെഡർ, ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു, HTTP മെത്തേഡ് ഇൻഡിക്കേറ്റ് ദ method to be performed on resource identified by request URI. അതായത് നമുക്ക് റിസോഴ്സ് എന്താണ്? റിസോഴ്സ് ഐഡൻറ്റിഫയർ അല്ലേ, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് അല്ലേ, URI. ദിസ് മെത്തേഡ് ഇൻ കേസ് സെൻസിറ്റീവ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കേസ് സെൻസിറ്റീവ് ആണ് ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ഇൻ അപ്പർ കേസ്. ഇത് അപ്പർ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗെറ്റ്, ആസ് ടു ഗെറ്റ് ദ റിസോഴ്സ് അറ്റ് റിക്വസ്റ്റഡ് URL. ഇത് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? റിക്വസ്റ്റഡ് URL ആണ് ഗെറ്റ് കിട്ടുന്നത്. അതായത് ആസ് ടു ഗെറ്റ് ദ റിസോഴ്സ് അറ്റ് റിക്വസ്റ്റ് URL. റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന URL എവിടെയാണോ അവിടെ റിസോഴ്സിനെ ഗെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുന്നത്.
പോസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആസ്ക് ദ സെർവർ ടു ആക്സെപ്റ്റ് ദ ബോഡി ഇൻഫോ അറ്റാച്ച്ഡ്. ബോഡി ഇൻഫോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ബോഡി അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെർവർ പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡർ പാർട്ട് അല്ലേ. പിന്നെ ട്രേസ് എന്ന് പറയുന്നത് ലൂപ്പ് പാക്ക് എന്ന് പറയും. നമുക്കപ്പോൾ ഏതായിട്ട് പഠിക്കാനില്ല, നമുക്ക് ഗെറ്റും പോസ്റ്റും മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ പുട്ടെന്ന് പറയുന്നത് എന്താണ്? എൻക്ലോസ് ചെയ്യാനായിട്ട്, ഇൻഫോർമേഷനെ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബോഡി എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. ഡിലീറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഴ്സിന്, അതായത് റിക്വസ്റ്റഡ് ലെവലിലുള്ള റിസോഴ്സ് ഏതാണ് അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് മെത്തേഡ്സ് അല്ലേ, HTTP മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്. ഇനി എന്താണ് പോസ്റ്റും അതുപോലെ തന്നെ പൗസ് ചെയ്തിട്ട് നോക്കിക്കോണം എന്താണ് പോസ്റ്റും ഗെറ്റും തമ്മിലുള്ള വ്യത്യാസം. In case of get request at only limited amount of data only can be sent because data is sent in headerലല്ലേ ഡേറ്റ സെൻഡ് ചെയ്ത് കാണിക്കുക. നമ്മളിപ്പം HTTP / എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ മെയിലിൽ കയറുവാണെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഒന്നും കാണിക്കത്തില്ല, അവിടെ സ്റ്റാർ കാണും പാസ്വേഡിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കാണും പാസ്വേഡ് ഇതിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് റിക്വസ്റ്റ് ഈസ് നോട്ട് സെക്യൂർഡ് ബിക്കോസ് ഡേറ്റ ഈസ് എക്സ്പോസ്ഡ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡും നമ്മുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെക്യൂർ ആയിട്ടുള്ള എന്ത് കൊടുത്താണ് കയറിയിരിക്കുന്നത് അതെല്ലാം HTTP ബോർഡിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണും. അങ്ങനെയാണ് പലരും ഹാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള പേജുകൾ നമ്മൾ ആ പേജ് പോലെ തന്നെ ഉണ്ടാക്കിയിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടൈപ്പ് ചെയ്ത് ഫേസ്ബുക്ക് ആണോ എന്നറിയാതെ നമ്മൾ ആ പേജിലോട്ട് എൻ്റർ ചെയ്ത് കയറും. അപ്പോൾ എൻ്റർ ചെയ്ത് കയറുമ്പോൾ നമ്മുടെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും അല്ലേ. അപ്പോൾ ആ പാസ്വേഡും കാര്യങ്ങളും എന്ത് ചെയ്യും? ഇൻവൈറ്റ് ആയിട്ട് ആ പേജ് ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവർ ആ മെയിലിൽ എന്ത് ചെയ്യും? ആക്സസ് ചെയ്യും. അപ്പോൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്വേഡൊക്കെ ആ മെയിലിൽ എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റകൾ എന്ത് ചെയ്യും? അവിടെ സെക്യൂർ ഈ ഡേറ്റകൾ മൊത്തം എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് ആ URL ബാറിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? കാണാവുന്നതുകൊണ്ട് അത് അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഗെറ്റ് മെത്തേഡ് അതാണ്. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ URL ബാറിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കത്തില്ല. ആ മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഗെറ്റ് മെത്തേഡ് ക്യാൻ ബി ബുക്ക് മാർക്ക്. ഇത് ബുക്ക് മാർക്കാണ്, പക്ഷേ പോസ്റ്റ് എന്ത് ചെയ്യത്തില്ല? ബുക്ക് മാർക്കല്ല. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഐഡംപൊട്ടൻ്റ് ആണ്. അത് മറ്റേത് ഐഡംപൊട്ടൻ്റ്. അതായത് ഐഡംപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റിക്വസ്റ്റ് വിൽ ബി ഇഗ്നോർഡ് അണ്ടിൽ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് റിക്വസ്റ്റ് ഈസ് ഡെലിവേർഡ്. അപ്പോൾ അതായത് ആദ്യത്തെ റിക്വസ്റ്റ് ഡെലിവർ ആയി കഴിഞ്ഞാൽ സെക്കൻഡ് റിക്വസ്റ്റ് തൊട്ട് പുറകെയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്ത് കളയും. ഗെറ്റ് റിക്വസ്റ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് യൂസ്ഡ് മോർ ദാൻ പോസ്റ്റിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗെറ്റ് റിക്വസ്റ്റ് ആണ്. പോസ്റ്റ് റിക്വസ്റ്റ് ഈസ് ലെസ് എഫിഷ്യൻറ്റ് ആൻഡ് യൂസർ ലെസ് ടേക്ക്. ഇത് എഫിഷ്യൻസി വളരെ പോസ്റ്റിന് വളരെ കുറവാണ്, എഫിഷ്യൻസി കൂടുതലുള്ളത് ഗെറ്റ് മെത്തേഡാണ്. പിന്നെ നോക്കിക്കേ, ഗെറ്റും പോസ്റ്റും പറഞ്ഞിരിക്കുന്നതാണ്. ഇറ്റ് റിക്വസ്റ്റ് ദ ഡേറ്റ ഫ്രം എ സ്പെസിഫൈഡ് റിസോഴ്സ്. ഇത് എന്താണ്? സ്പെസിഫൈഡ് റിസോഴ്സിൽ നിന്ന് ഡേറ്റ എടുക്കാനായിട്ടാണ്. പോസ്റ്റ് മെത്തേഡ് സബ്മിറ്റ് ദ പ്രോസസ്ഡ് ഡേറ്റ ടു ബി സ്പെസിഫൈഡ് റിസോഴ്സിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടാണ് പോസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, എന്തൊക്കെ പ്രത്യേകതയാണെന്നുള്ളതാണ് പിന്നെ രണ്ടെണ്ണത്തിനകത്ത് പറയുന്നത് കേട്ടോ. അനാറ്റമി ഓഫ് പോസ്റ്റ് റിക്വസ്റ്റ്, ഇതിൻ്റെ റിക്വസ്റ്റ് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് നോക്കിക്കോണം കേട്ടോ. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജാവാബീൻ്റെയും കുറച്ച്, ഇത് സെർവ്ലെറ്റിൻ്റെ ഒരു ചെറിയ ആർക്കിടെക്ചറാണ് കേട്ടോ. ഇത് നോക്കിക്കോണം, സെർവ്ലെറ്റിൻ്റെ ആർക്കിടെക്ചർ വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും. അടുത്തത് ജാവാബീൻ എന്താണ്? സെർവ്ലെറ്റിൻ്റെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ടാസ്കുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ജാവാബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ജാവ ക്ലാസ് ആണ്. അതിനകത്ത് എന്തൊക്കെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? സീരിയലൈസബിൾ ആണ്, ഗെറ്ററും വെറ്ററും സെറ്ററും. അതുപോലെ തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, റീഡ് ഓർ റൈറ്റ്. ജാവാബീൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് പിന്നീട് പറയുന്നത്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടി പറയുന്നത്? ജാവ പ്രോപ്പർട്ടി ഈസ് നെയിംഡ് ആട്രിബ്യൂട്ട് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റും ബൈ ദ യൂസർ ഓഫ് ദി ഒബ്ജക്റ്റ് യൂസറിന് ചെയ്യാൻ പറ്റും. റീഡ് ഓൺലി, റൈറ്റ് ഓൺലി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഗെറ്റ് പ്രോപ്പർട്ടി നെയിം കണ്ടോ. ഗെറ്റ് പ്രോപ്പർട്ടി നെയിം എന്ന് പറയുന്നത് ഇഫ് എ പ്രോപ്പർട്ടി നെയിം ഈസ് ഫസ്റ്റ് നെയിം എന്നാണെങ്കിൽ യുവർ മെത്തേഡ് നെയിം വുഡ് ബി ഗെറ്റ് ഫസ്റ്റ് നെയിം കണ്ടോ. ഗെറ്റ് ഫസ്റ്റ് നെയിം എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗെറ്റ് ഫസ്റ്റ് നെയിം എന്നുള്ള പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് ചെയ്യാം. സെറ്റ് ഫസ്റ്റ് പ്രോപ്പർട്ടി നെയിം എന്നാണെങ്കിൽ സെറ്റ് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഫസ്റ്റ് എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ജാവാബീൻ എക്സാമ്പിളാണ് പറയുന്നത്. ജാവാബീൻ്റെ package.com ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കൊടുത്തു.
അതിനകത്ത് ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു നൾ, ലാസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു നൾ, സ്ട്രിങ് ലാസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു നൾ, ഏജ് ഈസ് ഈക്വൽ ടു 0. സ്റ്റുഡൻറ്റ് ബീൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കണ്ടോ. ബീനകത്ത് പബ്ലിക് സ്ട്രിങ് ഗെറ്റ് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു, റിട്ടേൺ ഫസ്റ്റ് നെയിം കൊടുത്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ. സെറ്റ് ഫസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗെറ്റ് ലാസ്റ്റ് നെയിം, ഗെറ്റ് ഫസ്റ്റ് നെയിം, കണ്ടോ ഗെറ്റ് ഫസ്റ്റ് നെയിം, ഗെറ്റ് ലാസ്റ്റ് നെയിം ഇതൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ഫസ്റ്റ് നെയിം, സെറ്റ് ലാസ്റ്റ് നെയിം, സെറ്റ് ഏജ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ജാവ ബീനകത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ആക്സസിങ് ജാവ ബീൻ, എങ്ങനെ ജാവ ബീനെ ആക്സസ് ചെയ്യാം? യൂസ് ബീൻ ആക്ഷൻ ഡിക്ലെയർഡ് ജാവ ബീൻ ഫോർ യൂസ് ഇൻ JSP. JSPയിൽ ജാവ ബീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ JSP ID കൊടുക്കുക, ബീൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക, നെയിം കൊടുക്കുക, സ്കോപ്പ് കൊടുക്കുക, അങ്ങനെ പല പേജും റിക്വസ്റ്റും സെഷനും ഒക്കെ കൊടുത്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് കൊടുത്താണ് ചെയ്യുന്നത്. അതിൻ്റെ ഡിക്ലറേഷനും കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ടൈറ്റിലും ഇതും കൊടുത്ത് ഡിക്ലറേഷൻ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ 4 ചാപ്റ്ററും കഴിഞ്ഞു. 4 ചാപ്റ്ററിനകത്ത് നിന്ന് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം.